ഞാനിന്നേ ഒരു 1/2 കിലോ വെള്ളരി മാങ്ങ വാങ്ങിയിട്ടുണ്ട്. അതെന്തിനെന്ന് പറഞ്ഞാൽ കൂട്ടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അത് ഞാൻ കൂട്ടുമാങ്ങ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് ഞാൻ ഇടാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഒരു പച്ചടി വയ്ക്കാനായിട്ട് ഞാൻ അരിയാൻ പോവുകയാണേ. ഇതാ ഒരു മാങ്ങ പച്ചടി വയ്ക്കാനായിട്ട് ഞാൻ ഇന്ന് ഇത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വയ്ക്കുന്നത് ഞാനിത് കാണിച്ചു തരാം. ഇതിനെ നല്ലവണ്ണം കഴുകിയ മാങ്ങയാണ്. ഇനി ഇതിനെ കുറച്ച് ഉപ്പുമിട്ട് ഒരു പാത്രത്തിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഞാൻ മാങ്ങ വേവാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. ഒരുപാട് തിളച്ചങ്ങ് വെന്ത് ചമ്മന്തി ആവണ്ട. ജസ്റ്റ് ഒന്ന് കുറച്ച് തിളയ്ക്കുമ്പം തന്നെ ഈ മാങ്ങ ഒക്കെ ഒന്ന് വേവും. അപ്പോൾ ഇതൊന്ന് കിടന്ന് വേവട്ടെ. ആ സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാമേ. പച്ചടിക്ക് വേണ്ട കൂട്ടുണ്ടാക്കാം. ഇതാ കൂട്ടുണ്ടാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയും കുറച്ച് മുളക് പൊടിയും അല്പം ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചിട്ട് അല്പം കടുകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കടുക് നല്ലവണ്ണം അരഞ്ഞ് ചേരണ്ട, ഒന്ന് അരച്ചെടുക്കട്ടെ. ഇതാ നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വെന്ത മാങ്ങയിലോട്ട് ഒഴിക്കാം. ഇതാ മാങ്ങ ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി കൂട്ടൊന്ന് ഒഴിക്കട്ടെ. ഇതാ കൂട്ടൊഴിച്ച് നല്ലവണ്ണം നല്ല കൊഴുകൊഴുത്ത മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുവും കൂടെ വറുത്ത് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് കടുക് വറുത്തെടുക്കട്ടെ. ഇതാ നല്ല അടിപൊളി മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ചക്കയുടെ കൂടെ കൂട്ടി കഴിക്കാൻ ഏറ്റവും പറ്റിയതാണ്.